Hey everybody, welcome back to the classes. Thank you so much for joining today. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ലെവൽ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെവർ ടു ബി മിസ്ഡ് എന്ന് പറയാവുന്ന ഒരു ക്ലാസ്സാണ്. നമ്മൾ സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ബേസിക് ലെവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, അതിൻ്റെ ചെറിയൊരു എക്സാമൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇനി മുതൽ സെൻറ്റൻസ് മേക്കിംഗ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ ജനറൽ ഇംഗ്ലീഷിൻ്റെ 9th ക്ലാസ്സാണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ ഈ കോഴ്സിൻ്റെ 22nd ക്ലാസ്സാണ് ഇന്നുള്ളത്. സോ ഇന്ന് ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഞാൻ മേലെ ഐ ബട്ടണിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുവരിക. നമ്മൾ SE എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കും, അതേപോലെ GE എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും. അതിൻ്റെ വീഡിയോൻ്റെ ടൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം സ്പോക്കൺ ഇംഗ്ലീഷ്, അടുത്ത ക്ലാസ് ജനറൽ ഇംഗ്ലീഷ്. ഈ രീതിയിൽ സ്പോക്കൺ ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷും ഒരുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാൻസ് ആണ്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, മറ്റുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് വ്യൂസ് ഉള്ള നമ്മുടെ വീഡിയോസിന് പോലും 5-6 കമൻസ് ഒക്കെയാണ് താഴെ കാണുന്നത്. പ്ലീസ് എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇതൊരു കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ആണല്ലോ നടക്കുന്നത്. ലാംഗ്വേജ് പഠിക്കുന്നത് എന്തിനാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. സോ എന്നോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മുടെ കമൻറ്റ് ബോക്സ്. സോ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കതിനൊരു റിപ്ലൈ അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ്. ബേസിക്കലി ഓൾ ദീസ് എക്സസൈസസ് ആർ ഫോർ കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്? സോ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർബിൻ്റെ ഒരു ഫോമിൻ്റെ യൂസേജ് മാത്രമാണ് കണ്ടത് അല്ലേ. V1 എന്ന് നമ്മൾ വിളിക്കാറുള്ള ബേസ് ഫോം എന്ന് വിളിക്കാറുള്ള ആ ഒരു ഫോമിൻ്റെ യൂസേജ് ആണ് കണ്ടത്. ഞാൻ പറഞ്ഞു ഈ ബേസ് ഫോമിനാണ് ഏറ്റവും കൂടുതൽ യൂസേജ് ഉള്ളത്. വളരെ കൺഫ്യൂസിങ് ആണ്. ബേസ് ഫോമിൻ്റെ ഒരു 4-5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേജസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ V2 ആണ് നോക്കുന്നത്, അതായത് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മൾ നോക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ V1-ൻ്റെയും V2-ൻ്റെയും യൂസേജ് മിക്സ് ചെയ്തിട്ടുള്ള ചില ട്രാൻസ്ലേഷൻ എക്സസൈസസ് വരുന്നുണ്ട്. അതുപോലെ ഈ V2 മാത്രം ഉപയോഗിച്ചിട്ടുള്ള ചില സ്പീക്കിംഗ് എക്സസൈസസ് വരുന്നുണ്ട്. ഒക്കെ ഉണ്ട്. നമ്മുടെ നോട്ട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോട്ട്സിൽ അതുണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, ഈ V1-നെയും V2-നെയും ബേസ് ചെയ്തിട്ട് ഒരു നോട്ടും കൂടി, ഒരു എക്സസൈസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീക്കെൻഡിൽ. സോ അതും കൂടി നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. അതിൽ കുറച്ച് കൂടുതൽ മലയാളം സെൻറ്റൻസസ് നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് ചിലപ്പോൾ V1 വെച്ചിട്ട് ചെയ്യേണ്ടതായിരിക്കും, മറ്റൊന്ന് V2. അപ്പോൾ ഇതിങ്ങനെ മിക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്റൻസ് നോക്കുന്നു, ഇത് ഇന്ന കാരണം കൊണ്ട് ഇത് V1 ആണ്, ഇത് ഇന്ന കാരണം കൊണ്ട് V2 ആണ് എന്ന് നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ പതുക്കെ പിന്നെ നമുക്ക് ആലോചിക്കേണ്ടി വരില്ല. സെൻറ്റൻസ് കാണുമ്പോഴേക്ക് അത് ഇന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറയേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. എല്ലാവരും മെല്ലെ കോൺസെപ്റ്റുകൾ പഠിക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രാൻസ്ലേഷനും പറയാനൊക്കെ ആയിട്ട് അങ്ങനെ അത് പിന്നെ എന്താവും, തുടക്കത്തിൽ സ്ലോ ആയിരിക്കും, പിന്നെ സ്പീഡാവും. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ഞാൻ പലപ്പോഴും എക്സാമ്പിളായിട്ട് പറയാറ്, ഡ്രൈവ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച ഉടനെ ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തിട്ടാണ് ചെയ്യുക അല്ലേ. ക്ലച്ച് എവിടെയാണെന്നൊക്കെ ആലോചിച്ചിട്ടാണ് ക്ലച്ച് ഔട്ടുള്ളൂ. അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ പൊസിഷൻ ഏതാണെന്നൊക്കെ ആലോചിച്ചൊക്കെയാണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. എന്നാൽ നമ്മൾ കുറച്ച് കാലം കൊണ്ട് ഡ്രൈവ് ചെയ്ത് പരിശീലിച്ച് കഴിഞ്ഞാലോ, പിന്നെ നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ടാവും, ഫോൺ ചെയ്യുന്നുണ്ടാവും, വണ്ടി ഓടിക്കുന്നുണ്ടാവും, വളരെ കൂളായിട്ട് അല്ലേ. എന്നതുപോലെ തന്നെയാണ് എല്ലാ സ്കില്ലുകളും. തുടക്കത്തിൽ സ്ലോ ആയിരിക്കും, മെല്ലെ ആയിരിക്കും ചെയ്യുക. പിന്നീട് എന്താവും, പിന്നീട് നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഫ്ലുവൻ്റായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ അതിനുള്ള പരിശീലനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ലേഷൻ എക്സസൈസ് ഇതുപോലെ സ്ക്രിപ്റ്റുകൾ തന്നിട്ട് അത് നിങ്ങളെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ ദിവസവും നമ്മൾ ഓരോ തരം സ്ട്രക്ചറും വേർബിൻ്റെ ഓരോ ഫോമും ഓരോ ടൈപ്പ് ഓക്സിലറി വേർബൊക്കെ പഠിക്കുമ്പോൾ അന്നത്തെ നോട്ട്സിൽ എന്തുണ്ടായിരിക്കും, അതുവരെ നമ്മൾ പഠിച്ചതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷൻ എക്സസൈസസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താവും, നേരത്തെ പഠിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകാനും പറ്റും, അന്ന് പഠിച്ചതും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആദ്യം പഠിച്ചതൊക്കെ നമുക്ക് വളരെയധികം
എക്സ്പേർട്ടായി മാറും. പിന്നെ ഇത് ഈസിയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ ഒരു 5-6 ക്ലാസ്സുകളും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ തെറ്റുകൂടാതെ ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമില്ലാത്ത സംഭവമാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ ഓൾവേസ് കം ബാക്ക് ടു ദ ക്ലാസ്സസ്, ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന ധൈര്യത്തിലിരിക്കുക. എല്ലാവരും കുറച്ചൊരു എഫേർട്ട് ഇടുക. ഞാനും ഒരുപാട് എഫേർട്ട് ഇടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ എന്ത് പഠിപ്പിക്കണമെന്ന് ആലോചിക്കുക, അതെങ്ങനെ പഠിപ്പിക്കണമെന്ന് ആലോചിക്കുക, എന്നിട്ട് അതിൻ്റെ കോണ്ടൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കണം, എന്നിട്ട് അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ കുറേ എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് എഫേർട്ട് നിങ്ങളും എടുക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമേ എന്താവുള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ V2 ആണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. V2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പാസ്റ്റ് ഫോമാണ്. പാസ്റ്റ് ഫോം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? completed actions in the past at a particular time period in the past എന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. കൂടുതൽ എക്സ്പ്രഷൻ്റെ ആവശ്യമൊന്നുമില്ല. ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലം. സോ കഴിഞ്ഞു പോയ ഒരു സമയത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഏത് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യുക? V2 അഥവാ പാസ്റ്റ് ഫോം ഓഫ് യൂസ് ചെയ്യുക. എല്ലാ വേർബിനും അങ്ങനത്തെ ഒരു പാസ്റ്റ് ഫോം ഉണ്ടായിരിക്കും. അപ്പോൾ ഗോ എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വെൻറ്റ് എന്നാണ് അല്ലേ? പ്ലേ എന്ന് പറയുന്നതിൻ്റെത് പ്ലേഡ് എന്നാണ്. പ്ലേഡ്, കളിച്ചു. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. അല്ലെങ്കിൽ ഈറ്റ് എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? എയ്റ്റ് എന്നാണ്. അഥവാ അതിൻ്റെ മീനിങ് എന്താണ്? തിന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തിന്നു കഴിഞ്ഞു. എപ്പോഴും കുറച്ച് സമയം മുമ്പായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ ആയിരിക്കാം, കഴിഞ്ഞ മാസമായിരിക്കാം, അല്ലേ? ഏതോ പാസ്റ്റിലുള്ള ഏതോ ഒരു സമയത്ത് ആ പ്രവർത്തനം ഫിനിഷ്ഡ് ആയിട്ടുണ്ട്, അല്ലേ? അതാണ് തിന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കലി പറയുമ്പോൾ, അല്ലേ? നമ്മളിപ്പോൾ വെറുതെ തിന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിലുള്ള ഏതോ ഒരു സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചു എന്നൊന്നും പറയില്ല. നമ്മൾ തിന്നു എന്നേ പറയുള്ളൂ. അത് ടെക്നിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ്. കാരണം നമ്മൾ ലാംഗ്വേജ് ലേണേഴ്സ് ആകുമ്പോൾ കുറച്ച് ടെക്നിക്കലി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഭാഷയുടെ ഒരു ഉള്ളുകള്ളി പിടുത്തം കിട്ടുള്ളൂ. സോ പ്ലേ, അത് പ്ലേഡ്, കളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം പാസ്റ്റിലുള്ള ഏതോ ഒരു സമയത്ത് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. സോ ഇങ്ങനെ ഈ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് അഥവാ V2 ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളിലൊക്കെ കൂടുതലും എന്ത് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറയാം? പാസ്റ്റിലുള്ള ഒരു സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പാസ്റ്റിലുള്ള ഒരു സമയം സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ, ലാസ്റ്റ് വീക്ക്. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്. അല്ലെങ്കിൽ ഇൻ ദ ഈവനിങ്, മോർണിംഗ്. ഇപ്പം നമ്മൾ പിന്നെ വൈകുന്നേരമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മോർണിംഗ്, രാവിലെ ചെയ്ത കാര്യത്തെ പറ്റിയായിരിക്കും. അപ്പോഴാണല്ലോ പാസ്റ്റ് ഉണ്ടാവുള്ളൂ. വൈകുന്നേരം പറയുമ്പോൾ രാത്രി ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനെ പാസ്റ്റുള്ളൊരു സമയം ഇംപ്ലോയിഡ്, അതായത് ഒന്നുകിൽ സമയം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ആരോടാണോ സംസാരിക്കുന്ന അയാൾക്ക് അതെപ്പം നടന്നു എന്ന ഒരു സമയത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഇയാൾക്കും സമയത്തെപ്പറ്റി അറിയില്ല, നമുക്കും സമയത്തെപ്പറ്റി അറിയില്ല. എപ്പോഴോ ഒരു സമയത്ത് നടന്നിട്ടുണ്ട് പാസ്റ്റിൽ എന്നല്ല നമ്മൾ ശരിക്കും V2 ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേറൊരു ഫോം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ V2 അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഒരു സംഭവം ചെയ്തു, നടന്നു, പോയി, വന്നു, ഇരുന്നു, കണ്ടു, കൊടുത്തു, വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് V2 ഉപയോഗിക്കുക. ഇനി ഞാൻ ചില എക്സാമ്പിൾസ്, ഇംഗ്ലീഷിലുള്ള എക്സാമ്പിൾസ് എഴുതാം. ഹി went to Delhi yesterday. He went to Delhi yesterday. Went എന്ന് പറയുന്നത് എന്താണ്? അവൻ ഡൽഹിയിലേക്ക് ഇന്നലെ പോയി. അവൻ ഇന്നലെ ഡൽഹിയിൽ പോയി, അതാണ് he went to Delhi yesterday. അല്ലെങ്കിൽ I told him last week. ഞാൻ കഴിഞ്ഞ ആഴ്ച അവനോട് പറഞ്ഞു, എന്തോ കാര്യം എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഐ ടോൾഡ് ഹിം ലാസ്റ്റ് വീക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ അവനോട് പറഞ്ഞു. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ. ഐ മെറ്റ് ഹെർ ഇൻ ദ ഈവനിങ്, ഞാൻ വൈകുന്നേരം അവളെ കണ്ടു. സോ ഇങ്ങനെയൊക്കെ
കണ്ടു, പറഞ്ഞു, പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് എന്നൊക്കെ വിളിക്കുന്ന ഫോം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇനി ഇതിനൊക്കെ നമുക്ക് എന്താക്കാൻ കഴിയണം? നമ്മൾ നേരത്തെ പഠിച്ച ഒരു സെൻറ്റൻസിനെ 5 ആക്കുന്ന മാജിക്ക് എല്ലാ ഫോമും പഠിക്കുമ്പോഴും ഇനിയുള്ള എല്ലാ സെൻറ്റൻസ് മേക്കിങ് പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്യണം. ഞാൻ പറയാൻ മറന്നാലും നിങ്ങൾ ചെയ്യണം. അതെന്താണ് ആ മാജിക്ക്? ഇതിനെയൊക്കെ എന്താക്കുക? നെഗറ്റീവ് ആക്കുക. പിന്നെ 2 തരം യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഒരു WH ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് ഉണ്ടാക്കുക. ഈ എക്സസൈസ് നിങ്ങൾ എന്തായാലും ചെയ്യണം. അതായത് ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കുക? ഇതിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? ഹി വെന്റ് ടു ഡൽഹി യെസ്റ്റർഡേ എന്നുള്ളത് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്സിലറി വെർബിൻ്റെ നെഗറ്റീവാണ് യൂസ് ചെയ്യുക. പാസ്റ്റ് ഫോമിൽ അഥവാ സെക്കൻഡ് ഫോമിൽ ഏത് ഓക്സിലറി ആണുള്ളതെന്ന് നമ്മൾ പഠിച്ചത്? വെരി ഗുഡ്, ഡിഡ് ആണുള്ളതെന്ന് പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ നെഗറ്റീവ് വെച്ചിട്ടാണ് ഇതിനെ നെഗറ്റീവ് ആക്കുക. ഹി വെന്റ് ടു ഡൽഹി യെസ്റ്റർഡേ എന്ന് പറയുന്നതിന് നെഗറ്റീവ് എന്താണ്? അവൻ ഇന്നലെ ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ ഡൽഹിക്ക് പോയില്ല. സോ എന്താ നെഗറ്റീവ് എഴുതുക? ഹി ഡിഡ് നോട്ട്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഡിഡൻറ്റ്. ഡിഡ് ആണ് ഓക്സിലറി വെർബ്. പാസ്റ്റ് ഫോമിൽ ഓക്സിലറി വെർബ് ഡിഡ് ആണ്, നമുക്കറിയാം, പഠിച്ചതാണ്. സോ ഹി ഡിഡൻറ്റ് ഗോ. ഡിഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെന്റ് ഇല്ല, പിന്നെ ആരാളുള്ളത്? ഗോ. ഇതൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്തതാണ്. ഹി ഡിഡൻറ്റ് ഗോ ടു ഡൽഹി യെസ്റ്റർഡേ. ഇന്നലെ ഡൽഹിക്ക് പോയില്ല. ഇനി നമ്മൾ 2 തരം ചോദ്യം ഉണ്ടാക്കും. ഒരു പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും. അതെന്താണ്? ഒന്ന് ഇതിൽ നിന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. എന്ത്? ഹി വെന്റ് ടു ഡൽഹി യെസ്റ്റർഡേ എന്നുള്ളത് അവൻ ഇന്നലെ ഡൽഹിക്ക് പോയി. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാക്കുക? അവൻ ഡൽഹിക്ക് പോയില്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കുക? അവൻ ഡൽഹിക്ക് പോയില്ലേ എന്നല്ല, അവൻ ഡൽഹിക്ക് പോയോ. അതാണ് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അവൻ ഡൽഹിക്ക് പോയോ. അതെങ്ങനെ ചോദിക്കുക? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക? ഓക്സിലറി വേർബ് വെച്ചിട്ട്. ഡിഡ് പിന്നെ സബ്ജക്റ്റ്. ഹി ഗോ ടു ഡൽഹി. ഡിഡ് ഹി ഗോ ടു ഡൽഹി? അവൻ ഡൽഹിക്ക് പോയോ. ഇനി അവൻ ഡൽഹിക്ക് പോയില്ലേ എന്ന് ചോദിക്കൽ ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്? അവൻ ഈ പോയില്ല എന്നുള്ള ഈ ഒരു നെഗറ്റീവിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുക എളുപ്പം, അല്ലേ? സോ അതെങ്ങനെ ചോദിക്കുക? അവൻ ഡൽഹിക്ക് പോയില്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡൻറ്റ് ഹി ഗോ ടു ഡൽഹി. മനസ്സിലാവണ്ട? ഇതൊക്കെ നേരത്തെ കൃത്യമായിട്ട് പഠിച്ച ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും. സോ ഇനി ഒരു WH ക്വസ്റ്റ്യൻ. അതെന്താണ്? ഇപ്പോൾ അവൻ എന്നാണ് ഡൽഹിക്ക് പോയത്? എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഡൽഹിക്ക് പോയത്? അല്ലേ? ഇന്നലെയാണ് ഡൽഹിക്ക് പോയതെന്ന് അപ്പം നമുക്ക് ആൻസർ പറയാം. സോ എപ്പോഴാണ് അവൻ ഡൽഹിക്ക് പോയതെന്ന് എങ്ങനെ ചോദിക്കാം? അതും കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? അവിടെയും ഓക്സിലറി വേർബ് ഡിഡ് ആണ്. അപ്പോൾ എപ്പോഴാണ്? സോ വെൻ പിന്നെ ഓക്സിലറി ഡിഡ് പിന്നെ സബ്ജക്റ്റ് ഹി പിന്നെ വേർബ്. വെൻ ഡിഡ് ഹി ഗോ ടു ഡൽഹി? ഡൽഹിയിലേക്ക് എപ്പോഴാണ് പോയത്? ഹി വെന്റ് ടു ഡൽഹി യെസ്റ്റർഡേ. ഇന്നലെയാണ് പോയത്. മനസ്സിലായോ? ഈ എക്സസൈസ് നമ്മുടെ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പിന്നെ സെൻറ്റൻസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആകത്തുക മനസ്സിലാക്കേണ്ടത് എന്താണ്? പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് പാസ്റ്റിലുള്ള ഒരു സമയത്ത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാനാണ്. പാസ്റ്റ് ഫോമിലെ ഓക്സിലറി ഏതാണ്? ഡിഡ് ആണ്. അതെന്തിനാണ് നമുക്ക് ആവശ്യം വരിക? അത് നമ്മൾ ചെയ്തോ എന്ന് ചോദിക്കാം. ചെയ്തു എന്ന് പറയാൻ പാസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെയ്തോ, ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഓക്സിലറി വെച്ചിട്ടാണ് തുടങ്ങുക. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അതിൻ്റെ ഓക്സിലറി അറിയണം എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് വെച്ചിട്ട് തുടങ്ങും. ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡിഡിൻറ്റ് വെച്ചിട്ട് തുടങ്ങും. എങ്ങനെ? ഇപ്പോൾ അവൻ പോയോ? ഡിഡ് ഹി ഗോ. നീ പറഞ്ഞോ? ഡിഡ് യു ടെൽ. നീ കഴിച്ചോ? ഡിഡ് യു ഈറ്റ്. അല്ലെങ്കിൽ നീ ഉറങ്ങിയില്ലേ? ഡിഡിൻറ്റ് യു സ്ലീപ്പ്. നീ ഉറങ്ങിയോ എന്നാണെങ്കിൽ ഡിഡ് യു സ്ലീപ്പ്. നീ ഉറങ്ങിയില്ലേ എന്നാണെങ്കിലോ ഡിഡിൻറ്റ് യു സ്ലീപ്പ്. അല്ലെങ്കിൽ നീ കൊടുത്തോ? ഡിഡ് യു ഗിവ്. നീ കൊടുത്തില്ലേ? ഡിഡിൻറ്റ് യു ഗിവ്. ഇങ്ങനെ. ഇനി നീ എന്താണ് കൊടുത്തത്? സോ കൊടുത്ത് കഴിഞ്ഞൊരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അവിടെയും നമുക്ക് ഡിഡ് യൂസ് ചെയ്യേണ്ടി വരും. നീ എന്താണ് കൊടുത്തത്? വാട്ട് ഡിഡ് യു ഗിവ്. നീ എപ്പോഴാണ് ഉറങ്ങിയത്? വെൻ ഡിഡ് യു സ്ലീപ്പ്. അല്ലേ?
നീ എങ്ങനെയാണ് പോയത്? ഹൗ ഡിഡ് യു ഗോ? എന്താ അവിടെ ഡിഡ് വരാൻ കാരണം? പോയി കഴിഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്, അതിലുള്ള ഓക്സിലറി ഡിഡ് ആണ്. ക്വസ്റ്റ്യനിൽ ഓക്സിലറി യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? സോ ഹൗ ഡിഡ് യു ഗോ? നീ എങ്ങനെയാണ് പോയത്? ഇങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതിനെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരുപാട് ഞാൻ കുടിച്ചു, ഞാൻ തിന്നു, അവൻ പോയി, അവൾ കണ്ടു, അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രാഹുലിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഒക്കെ ആക്കി മാറ്റി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാനതൊക്കെ വേറെ വേറെ പഠിപ്പിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിരുന്നു, അന്ന് തന്നെ പറഞ്ഞിരുന്നു സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ സമയത്ത് ഇതൊക്കെ ആവശ്യം വരും, അപ്പോൾ ഓരോന്നോരോന്ന് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്താണ്? ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ച ആ ഒരു സ്ട്രക്ചറും ഇന്ന് പഠിച്ച സ്ട്രക്ചറും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ചത്? ബേസ് ഫോം ആണ് പഠിച്ചത്. ബേസ് ഫോമിലും ഇതുപോലെ ഓക്സിലറി ഉണ്ട്, പക്ഷേ ബേസ് ഫോമിൽ 2 ഓക്സിലറി ഉണ്ട്. അതൊക്കെയായിരുന്നു ഡൂവും ഡസും ആയിരുന്നു അല്ലേ? ഡൂവും ഡസും എന്താ? 2 എന്താണ്? ഒന്ന് സിംഗുലറിൻ്റെ കൂടെയും ഒന്ന് പ്ലൂറലിൻ്റെ കൂടെ യൂസ് ചെയ്യാനാണ്. സബ്ജക്റ്റിനനുസരിച്ചാണ്. ഡസ് സിംഗുലർ ആണ്, ഡു പ്ലൂറൽ ആണ്. സോ അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഈ ബേസ് ഫോം എന്തിനുപയോഗിക്കുന്നതാണെന്നാണ് പറഞ്ഞത്? സാധാരണ, നോർമലി, സ്ഥിരമായി, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു സ്വഭാവം പോലെ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാറ്, പോകാറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലേ? അല്ലെങ്കിൽ സാധാരണയായി, നോർമലായി, യൂഷ്വലായി ചെയ്യുന്ന കാര്യങ്ങൾ, ആ രീതിയിലൊക്കെ പറയുമ്പോഴാണ് എന്തുപയോഗിക്കുക? ബേസ് ഫോം ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ ചായയാണ് കുടിക്കാറ്. ഐ നോർമലി ഡ്രിങ്ക് ടീ എന്നാണ് പറയുക. ഐ നോർമലി ഡ്രിങ്ക്. ബേസ് ഫോം യൂസ് ചെയ്താൽ മതി. ഇനി നീ ചായ കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം, ഒരു ശീലത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, അത് ബേസ് ഫോമാണ്. നീ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, അത് പാസ്റ്റ് ആണ്. ഇത് രണ്ടും മനസ്സിലാക്കണം. രണ്ടിടത്തും ഓക്സിലറി വ്യത്യാസമുണ്ട് അല്ലേ? സോ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു ഡ്രിങ്ക്. കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഡ്രിങ്ക്. കാരണം എന്താ? ഡു ആണ് ശീലങ്ങളെക്കുറിച്ചുള്ള ഓക്സിലറി അല്ലേ? ബേസ് ഫോമിൻ്റെ ഓക്സിലറി. സോ നീ ചായ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ടീ. അല്ലെങ്കിൽ അവൾ ചായ കുടിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡൂവിന് പകരം ഡസ് ഉപയോഗിക്കണം. ഡസ് ഷീ ഡ്രിങ്ക് ടീ അല്ലേ? നീ അവനെ കാണാറുണ്ടോ? ഡു യു സീ ഹിം, അല്ലെങ്കിൽ ഡു യു മീറ്റ് ഹിം. അല്ലെങ്കിൽ നീ അവിടെ പോകാറുണ്ടോ? ഡു യു ഗോ ദെയർ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഡു വെച്ചിട്ടാണ് തുടങ്ങുക. കാരണം അത് ഒരു സ്ഥിരമായി അല്ലെങ്കിൽ സാധാരണയായി ഒരു ഹാബിറ്റ് പോലെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ ചോദ്യം അല്ലേ? എന്നാൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഡ് യൂസ് ചെയ്യണം. നീ അവിടെ പോയോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഡ് യു ഗോ ദെയർ. ഇത് മനസ്സിലാക്കുക. ഞാൻ അതിൻ്റെ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള മലയാളം എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ബസ്സിനാണ് വരാറ്. ശരി കേട്ടോ, ഞാൻ ബസ്സിനാണ് വരാറ്, പക്ഷേ ഇന്ന് ഓട്ടോക്കാണ് വന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫീസിലെത്തിയതിന് ശേഷം ഒരാളോട് പറയണമെന്ന് വിചാരിച്ചോ അല്ലേ? ഞാൻ ബസ്സിനാണ് സാധാരണ വരാറ്, പക്ഷേ ഇന്ന് ഓട്ടോക്കാണ് വന്നത്. ഇത് നോക്കൂ നിങ്ങൾ, ഈ ഒരു മലയാളത്തിലുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റ് അല്ലേ? ഇതിപ്പോൾ എന്താണ് കോണ്ടെക്സ്റ്റ്? നമ്മൾ നമ്മുടേതായ രീതിയിൽ ഓഫീസിലെത്തി, അങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിൽ ഓഫീസിലുള്ള നമ്മുടെ കൊളീഗിനടുത്ത് പറയാണ്, ഞാൻ സാധാരണ ബസ്സിനാണ് വരാറ്, പക്ഷേ ഇന്ന് ഓട്ടോക്കാണ് വന്നത്. സോ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കൂ. ഈ സെൻറ്റൻസ് രണ്ടിലും എന്തുണ്ട്? വേർബ് ഉണ്ട്. ഇതിൽ വരിക എന്നാണ് വേർബ്, ഇതിലും ഇന്ന് ഓട്ടോക്കാണ് വന്നത്, ഇതും വരിക എന്ന വേർബ് തന്നെയാണ്. ഇതിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യും നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ? കമോൺ, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ 2 സെൻസർ പഠിച്ചിട്ടുണ്ട്. എന്താണ്?
ഹൗ ആൻഡ് വെൻ, അല്ലെങ്കിൽ വെൻ ആൻഡ് ഹൗ. എപ്പോഴാണ് ഒരു പ്രവർത്തനം നടക്കുന്നത്, എങ്ങനെയാണ് ആ പ്രവർത്തനം നടക്കുന്നത്, ഇത് രണ്ടും നോക്കിയിട്ട് വേണം ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എപ്പോഴാണ്, എങ്ങനെയാണ്. സോ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ ബസ്സിനാണ് വരാറ്. സോ ബസ്സിന് വരിക എന്ന് പറയുന്ന പ്രവർത്തനം എപ്പോഴാണ് നടക്കുന്നത്? അതങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സമയത്താണ് ചെയ്യുന്നത് എന്നല്ല പറയണത്. ഞാൻ സാധാരണ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇന്നലെ അങ്ങനെയാണെന്നോ ഇന്ന് അങ്ങനെയാണെന്നോ നാളെ അങ്ങനെ ആയിരിക്കുന്നോ ഒന്നുമല്ല പറയുന്നത് അല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയം പറയുന്നില്ല. ഞാൻ സാധാരണ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് ഓടിക്കൊള്ളണം, ഇത് സാധാരണ, പതിവായി, അല്ലെങ്കിൽ എപ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായ, സാധാരണയായ എന്നൊക്കെ പറയുന്ന സാധനത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് ഏത് സ്ട്രക്ചറിൽ പറയണം? വെരി ഗുഡ്, ബേസ് ഫോം യൂസ് ചെയ്ത് പറയണം എന്നുള്ളത് ആ സെൻറ്റൻസിൻ്റെ ഒരു സ്വഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എടുത്ത് നോക്കൂ. പക്ഷെ ഇന്ന് ഓട്ടോക്കാണ് വന്നത്, അത് സാധാരണ അങ്ങനെയാണെന്നുള്ള സംഭവം അതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബേസ് ഫോം അല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്താണ് വന്നത്? പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ന് ഓട്ടോക്ക് വന്നു എന്നാണ് പറയണത് അല്ലേ. സംഭവം കഴിഞ്ഞു, വരവ് എന്ന പ്രവർത്തനം കഴിഞ്ഞ പാസ്റ്റിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ആ പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് അവിടെ എന്ത് യൂസ് ചെയ്യണം? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം എന്ന് മനസ്സിലായി. സോ ഇവിടെ ബേസ് ഫോം യൂസ് ചെയ്യണം. എന്താണ് വരിക എന്നുള്ളതിൻ്റെ ബേസ് ഫോം എന്താണ്? കം. ഇവിടെ ഇതിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതെന്താണ്? കെയിം. കം കെയിം അല്ലേ. അപ്പോൾ നോക്കൂ, ഞാൻ സാധാരണ ഞാൻ ബസ്സിനാണ് വരാറ്. ഐ കം ബൈ ബസ്. സാധാരണ എന്ന് വേണമെങ്കിൽ നമുക്ക് നോർമലി എന്നോ അല്ലെങ്കിൽ യൂഷ്വലി എന്നൊക്കെ എഴുതാം. ഐ കം ബൈ ബസ് നോർമലി. പക്ഷേ ബട്ട് ടുഡേ, ഇന്ന് ഞാൻ എങ്ങനെയാണ് വന്നത്? ടുഡേ ഐ കെയിം ബൈ ഓട്ടോ. ഇന്ന് ഞാൻ ഓട്ടോക്കാണ് വന്നത്. സോ നമ്മൾ ഈ ഒരൊറ്റ കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ രണ്ട് സ്ട്രക്ചർ മാറി വന്നത് കണ്ടോ നിങ്ങൾ? ഇനിയിപ്പോൾ ഇതിൽ ഒരു സെൻറ്റൻസ് കൂടി ചിലപ്പോൾ അത് വേറെ സ്ട്രക്ചർ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ബസ്സിനാണ് വരാറ്, ഇന്ന് ഓട്ടോക്കാണ് വന്നത്, കാരണം എനിക്ക് ചില വർക്ക് തീർക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിചാരിക്കുമോ. അപ്പോൾ എനിക്ക് ചില വർക്ക് തീർക്കാനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. സോ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. സോ അതും കൂടി പഠിച്ചാൽ ഈ ഒരൊറ്റ ഒരു ചെറിയൊരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ 3 സ്ട്രക്ചറായി. സോ നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്പേർട്ട് ആവുക എന്ന് പറഞ്ഞാൽ ഇതാണ്. നോർമലി ഐ കം ബൈ ബസ്, ബട്ട് ടുഡേ ഐ കെയിം ബൈ ഓട്ടോ ബിക്കോസ് ഐ ഹാഡ് ടു ഫിനിഷ് സം വർക്ക്. ഐ ഹാഡ് ടു ഫിനിഷ്. അത് ഞാൻ പഠിപ്പിക്കാം, ഞാൻ ജസ്റ്റ് പറയാണ്. നമ്മളൊരു ചെറിയ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കം വന്നു, കെയിം വന്നു, ഹാഡ് ടു കം എന്ന് വന്നു. സോ ഇത് നമുക്ക് യാതൊരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ, ഒരു ഡിലേ ഇല്ലാതെ പറയാൻ പറ്റണം, ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സിസ്റ്റമാറ്റിക്കായിട്ട് ഇരുന്ന് പഠിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണ്? അതിൽ നമ്മൾ ഓരോ സ്ട്രക്ചർ പഠിച്ചാലും അതിൻ്റെ ബാക്കിലുള്ള സ്ട്രക്ചറുകൾ മിക്സ് ആയിട്ട് ഇതുപോലെ തരും. ഇനിയിപ്പോൾ ഒരു സ്ട്രക്ചറും കൂടി പഠിച്ചാൽ ഇതുപോലത്തെ ഒരു കോൺവെർസേഷൻ ശകലത്തിൽ അതും കൂടി ചേർത്തിട്ട് തരും. അപ്പോൾ നിങ്ങൾ ഓരോ സെൻറ്റൻസും നോക്കി കറക്റ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ സംശയം ഉണ്ടാവില്ല ഇംഗ്ലീഷിൽ. നിങ്ങൾ ആര് തെറ്റിക്കാൻ വിചാരിച്ചാലും നിങ്ങൾക്ക് തെറ്റില്ല. കാരണം ഇത് ഇന്ന പോലെ നടന്നൊരു സംഭവമാണ്, അതിന് ഇംഗ്ലീഷിൽ ഇന്ന രീതിയിൽ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് തെറ്റുന്ന കാര്യം വരുന്നില്ല. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അവൾ 10 മണിക്കാണ് പോവാറ്, പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ പോയി. അവൾ 10 മണിക്കാണ് പോകാറ്, പക്ഷേ ഇന്ന് അവൾ കുറച്ച് നേരത്തെ പോയി. സോ നോക്കൂ, ഇവിടെ ഏതാ വേർബ്? 10 മണിക്കാണ് പോകാറ്. 10 മണിക്കാണ് പോകാറ്. സോ പോകുക എന്നുള്ളതാണ് ഒരു വേർബ്. പോയി, അതും പോകുക എന്നുള്ളതിൻ്റെ വേറൊരു ഫോമാണ്. സോ ഇത് നമ്മളെങ്ങനെ പറയും? ഇതെങ്ങനെ പറയാം? ഇത് അവൾ 10 മണിക്കാണ് പോകാറ്. ഇത് വെൻ ആൻഡ് ഹൗ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്? ഇതൊരു നോർമലായിട്ട് സാധാരണയായിട്ട്
10 മണിക്കാണെന്നാണ് പറയുന്നത്. സോ അവിടെ ഏത് യൂസ് ചെയ്യണം? ബേസ് ഫോം യൂസ് ചെയ്യണം. എന്നാൽ ഇന്ന് അവൾ കുറച്ച് നേരത്തെ പോയി, ആ പ്രവർത്തനം കഴിഞ്ഞു. പാസ്റ്റിലുള്ള ഒരു സമയത്ത് പോവുക എന്ന പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പോയി എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അത് പാസ്റ്റ് ഫോമാണ്, V2 ആണ് എന്ന് മനസ്സിലായി. സോ ഇനി തെറ്റില്ല, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ വേർബ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. സോ ഷീ ഗോസ് at 10 o'clock യൂഷ്വലി. കണ്ടില്ലേ? 10 o'clock, at 10 o'clock എന്നാണ് പറയുക. ടൈമിൻ്റെ മുമ്പ് അറ്റാണ് യൂസ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, മേലെ ഐ ബട്ടണിൽ കൊടുക്കാം. പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നിടത്ത് ഡൗട്ട് ഇല്ലാതിരിക്കാൻ. അപ്പോൾ ബേസ് ഫോം കണ്ടോ? ബേസ് ഫോം ഗോ എന്നുള്ളതിൻ്റെ ബേസ് ഫോമാണ് ഗോസ്. ഗോസ് എന്നും ബേസ് ഫോമാണ്. ഇവിടെ ഷീ ആയതുകൊണ്ടാണ് ഗോസ് വന്നത് അല്ലേ? സോ ഷീ ഗോസ് അറ്റ് 10 o'clock യൂഷ്വലി. ബട്ട് ടുഡേ, പക്ഷെ ഇന്ന് എന്ത് ചെയ്തു? ഗോ എന്നും പറയാം, ലീവ് എന്നും പറയാം കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നതിന് ലീവ് എന്നാണ് പറയുക. നമ്മൾ മലയാളത്തിൽ പോയി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ ലീവ് എന്ന് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ കറക്റ്റ്. സോ ഷീ ലീവ്സ് എന്നാക്കാം നമുക്ക്. ഷീ ലീവ്സ് അറ്റ് 10 o'clock യൂഷ്വലി. ബട്ട് ടുഡേ ഷീ ഇനി ലീവിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്യണം. ലീവിൻ്റെ പാസ്റ്റ് ഫോം ലെഫ്റ്റ് ആണ്. സോ ടുഡേ ഷീ ലെഫ്റ്റ് അറ്റ് ടുഡേ ഷീ ലെഫ്റ്റ് ഏർലി. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ ചെന്നാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സാധാരണ അവർ 10 മണിക്കാണ് പോകാറ് എന്ന് വിചാരിച്ച് നമ്മൾ 9:30 ചെന്ന് നോക്കുമ്പോൾ ആൾ പോയിട്ടുണ്ട്. സോ അപ്പോൾ വീട്ടുകാർ പറയില്ല അവൾ സാധാരണ 10 മണിക്കാണ് പോകാറ്, പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ പോയി എന്ന് പറയില്ലേ? ആ ഒരു സംഭവമാണിത്. ഇത് എവിടുന്നോണ്ടായിക്കൊണ്ടൊരു ഉദാഹരണമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇതൊക്കെ അല്ലേ? സോ ഷീ ലീവ്സ് അറ്റ് 10 o'clock നോർമലി, ബട്ട് ടുഡേ ഷീ ലെഫ്റ്റ് അറ്റ് അല്ലെങ്കിൽ ടുഡേ ഷീ ലെഫ്റ്റ് എ ബിറ്റ് ഏർലി. ഇന്ന് കുറച്ച് നേരത്തെ പോയി ബിക്കോസ് ഷീ ഹാവ് ടു മീറ്റ് സമ്മൺ ഓൺ ദ വേ. അവൾക്ക് വഴിയിൽ ആരോ കാണാനുണ്ട്. സോ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നും കൂടി, അതും കൂടി പഠിക്കാനുണ്ട് നമുക്ക്. അത് പഠിക്കുമ്പോൾ അതും കൂടി ചേർന്ന് വരും. സോ ഇതുപോലത്തെ ഒരുപാട് എക്സസൈസുകൾ ഇതിലുണ്ട്, നമ്മുടെ നോട്ട്സിലുണ്ട്. എന്തെങ്കിലും നെഗറ്റീവ് വരുന്ന ഒരെണ്ണം കൂടി. ഇപ്പം ഇങ്ങനൊരു സെൻറ്റൻസ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. നിങ്ങൾ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തുക. ക്ലാസ്സുകൾ അവസാനം വരെ കാണാം. ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം നമ്മുടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു അരമണിക്കൂറൊക്കെ ഒരു ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് ഇരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ലാംഗ്വേജ് പഠിക്കാനാണ്? അപ്പോൾ ഇങ്ങനെ ഒരു മലയാളം സെൻറ്റൻസ് വിചാരിക്കുക. നീ, ഇതൊക്കെ നമ്മുടെ നോട്ട്സിലുണ്ട് കേട്ടോ. നീ വാടക കൊടുത്തോ? നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി കൊടുക്കാറുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ? നീ വാടക കൊടുത്തോ? ഞാൻ ചോദിക്കാം, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കാം, നീ വാടക കൊടുത്തോ? നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി കൊടുക്കാറാണ് പതിവ്. നോക്കൂ. സോ ഇവിടെ ആദ്യത്തെ പാർട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ അല്ലാത്ത ഒരു നോർമൽ സെൻറ്റൻസ് ആണ് അല്ലേ? സോ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിലേക്കാക്കാൻ നമ്മൾ പഠിച്ചോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും അല്ലേ? പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? നീ വാടക കൊടുത്തോ എന്ന് പറഞ്ഞത് ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. സോ ചെയ്തു, അതായത് കുടിച്ചു, പോയി, കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ചോദ്യമാണത്. അതായത് പാസ്റ്റിൻ്റെ ചോദ്യമാണ്. സോ ഏത് വെച്ച് തുടങ്ങണം? പാസ്റ്റിൻ്റെ ചോദ്യം യെസ് ഓർ നോ ആണെങ്കിൽ ഏത് വെച്ച് തുടങ്ങണം എന്നാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിഡ് വെച്ച് തുടങ്ങണം. സോ അപ്പോൾ എന്തായി? ഡിഡ് യു പേ ദ റെൻറ്റ്? കഴിഞ്ഞ പരിപാടി. ഡിഡ് യു പേ ദ റെൻറ്റ്? നീ വാടക കൊടുത്തോ? ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. നമ്മൾ സാധാരണ എല്ലാ മാസവും കറക്റ്റ് 1-ാം തീയതി കൊടുക്കാറാണ് പതിവ്. അതെന്താണ് സ്ട്രക്ചർ? ആ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? സാധാരണ, അതായത് നോർമലി, യൂഷ്വലി, പതിവായി അല്ലേ? ഓക്കെ, ആ ഒരു ട്യൂണിലാണ് ആ സെൻറ്റൻസ് ഉള്ളത്. സോ അത് നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി അല്ലേ? സോ വി നോർമലി പേ എന്ന് മാത്രമാണ്, പെയ്ഡോ പേയിങ്ങോ ഒന്നും ആക്കരുത്. വി നോർമലി പേ ദ റെൻറ്റ് ഓൺ ഫസ്റ്റ് ഓഫ് എവറി മന്ത്. എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ സാധാരണ വാടക കൊടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? അത് ഒരു പതിവാണ്. സോ ബേസ് ഫോം. സോ വി പേ.
ഇവിടെ നീ കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്തോ എന്ന്, ചെയ്ത് കഴിഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിഡ്. സോ ഡിഡ് യു പേ ദ റെൻറ്റ്? വി നോർമലി പേ ഓൺ 1st of every month. എല്ലാ മാസവും ഫസ്റ്റിന് നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു 10-20 സെൻറ്റൻസുകൾ, ഇതുപോലത്തെ പെയ്ഡ് സെൻറ്റൻസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്പീക്കിംഗ് എക്സസൈസസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് പറഞ്ഞു നോക്കുക. ഇന്നലെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ യെസ്റ്റർഡേ മോർണിംഗ് ഐ ലെഫ്റ്റ് ഹോം അറ്റ് 8 o'clock. അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ വോക്ക് അപ്പ്. ഞാൻ എഴുന്നേറ്റു എത്ര മണിക്ക്? ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock ആൻഡ് ആഫ്റ്റർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ലെഫ്റ്റ് ഹോം അറ്റ് 8 o'clock ആൻഡ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദ വേ അറ്റ് 8:30. ദെൻ ഐ വെൻറ്റ് ടു ജിം. ജിമ്മിന് പോയി. ദെൻ കെയിം ബാക്ക് ഹോം ആൻഡ് took a bath, came back home. ഒക്കെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞു നോക്കൂ. അതൊക്കെ നമ്മൾ എന്തായിരിക്കും? ഈ വേർബിൻ്റെ സെക്കൻഡ് ഫോം അതുപോലെ പാസ്റ്റ് ഫോം ഉപയോഗിച്ച് പറയാനുള്ളതാണ്. അതൊക്കെ പറഞ്ഞു നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും പാസ്റ്റുള്ളൊരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയത്, ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി. സോ ആ കാര്യം നമ്മൾ വേറൊരാളോട് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് പുറപ്പെട്ടു, ബസ് മിസ്സായി, അങ്ങനെ ഓട്ടോ വിളിച്ച് പോയി, ഒരു 11 മണിയായപ്പോൾ അവിടെ എത്തി. അങ്ങനെ പിന്നെ കുറച്ച് ആളുകളൊക്കെ കണ്ടു, റിലേറ്റീവ്സിനൊക്കെ കണ്ടു, എല്ലാവരുമായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു, കുറേ തമാശയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ നല്ല അടിപൊളി പാർട്ടി ആയിരുന്നു, നല്ല ഉഷാറായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഒരു 5 മണിയാകുമ്പോൾ വീട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുക. നിങ്ങൾ പോയി, കണ്ടു, കഴിച്ചു, വന്നു ഒക്കെ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. നമ്മൾ മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യുക അല്ലേ? ചെയ്ത് കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതേ ഫോംസ് യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു സ്പീക്കിംഗ് എക്സസൈസ് ചെയ്തു. അതെന്താണ്? ബേസ് ഫോം യൂസ് ചെയ്ത്. അതായത് ഞാൻ സാധാരണ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറ്, എത്ര മണിക്ക് ഭക്ഷണം കഴിക്കാറ്, എത്ര മണിക്കാണ് ഓഫീസിൽ പോവാറ്, എത്ര മണിക്കാണ് അവിടെ എത്താറ്, അതെന്താണ്? നമ്മുടെ പതിവിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്ത് പറഞ്ഞു. ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത് ഇന്നലെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, ഇങ്ങനെ കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്ത് പറഞ്ഞ് ശീലിക്കുക. സോ ഈ 2 സ്പീക്കിംഗ് എക്സസൈസിൻ്റെയും, അതായത് നമ്മുടെ ഒരു ദിവസത്തെ റുട്ടീനെ പറ്റി, ഇന്നലത്തെ റുട്ടീനെ പറ്റിയിട്ട് പറയുന്നതിൻ്റെയും ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് നമ്മുടെ നോട്ടിലുണ്ട്. അതുപോലെ ഇതെന്തോ ഒരു മാരേജിന് ഒരു വെഡ്ഡിങ്ങിന് പോയ ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു സ്ക്രിപ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വെഡ്ഡിങ് എന്നുള്ളത് ബർത്ത്ഡേ പാർട്ടിയോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടേതായ സ്ക്രിപ്റ്റ് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. ഈ മോഡൽ നോക്കിയിട്ട് അത് പറഞ്ഞു നോക്കുക. ഈ മലയാളത്തിൽ തന്ന ഇതുപോലത്തെ പെയർ ഓഫ് സെൻറ്റൻസസ് ഉണ്ട്. അത് രണ്ടും ഉണ്ടാവും. അതിൽ ഒരു സെൻറ്റൻസ് ബേസ് ഫോം ആയിരിക്കും, ഒരു സെൻറ്റൻസ് പാസ്റ്റ് ഫോം ആയിരിക്കും. സോ അത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. സോ അത് ഏതാണ് ബേസ് ഫോം ഏതാണ് പാസ്റ്റ് ഫോം എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കുക. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുക ഗൈസ്. കുറച്ചൊരു എഫേർട്ട് എടുക്കാനുണ്ട് ഇതിന്. ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ ഒരു 80% എഫേർട്ട് ഞാനാണ് എടുക്കുന്നത്. ബാക്കി ഒരു 20% നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു കംഫർട്ടിൽ നിങ്ങൾക്ക് മൂഡുള്ള സമയത്ത് ഈ യൂട്യൂബിൽ പഠിപ്പിക്കുമ്പോൾ ഗുണം അതാണ്. നമ്മളിപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്ററിൽ പോയി പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുകയാണ്. അവിടെയൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ മുന്നിലിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പല ലെവൽ ഓഫ് നോളജിലുള്ള ആളുകളായിരിക്കും അല്ലേ? അപ്പോൾ ഇവന് മനസ്സിലാവാത്ത കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് ബോറടിക്കും. അവൻ്റെ ലെവലിൽ ക്ലാസ് എടുത്താൽ ഇവനൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെ ഇവിടെയുള്ള പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റേഴ്സിലായാലും മറ്റുള്ളിടത്തായാലൊക്കെ. അപ്പം നമ്മൾ യൂട്യൂബിലാവുമ്പോൾ എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, അടുത്ത വീഡിയോ കണ്ടോളൂ. അതല്ല അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സാവധാനം ഇരുന്ന് കാണാം. സ്പീഡ് കൂട്ടിക്കാണെങ്കിൽ സ്പീഡ് കൂട്ടി കാണാം അല്ലേ? അല്ലെങ്കിൽ കുറച്ച് സമയം കണ്ട് ബോറടിച്ച് ഇനി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ല, വീണ്ടും കാണണമെങ്കിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ പേസിൽ നിങ്ങളുടേതായ സ്പീഡിലൊക്കെ പഠിക്കാൻ പറ്റും. സോ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാർഗ്ഗങ്ങളില്ലാത്ത പ്രശ്നം ഇന്നില്ല.
സോ എല്ലാവരും ഉപയോഗപ്പെടുത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മുടെ ഈ ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ എന്ത് വേണം, വി നീഡ് മോർ പീപ്പിൾ. Of course our channel is growing, but very slowly growing, I believe. So there are so many people out there who really want to learn English because they did not learn it when they got a chance, when they were at school, when they were at college. They ignored this language. They believed that this language is very tough, but now they feel that this language is very important because they might be working in different fields, or when they pitch into the actual hardness of the life, they will understand that English language is very important. So in such situations, there are very fewer options for them to turn back and learn again. So our channel is such a place where anybody can come back without any qualification, without any age bar. Anybody can come back and start learning English from the beginning. So that is why this kind of a channel I have built. So please share this message to everybody and bring in more people to our channel. And what else? എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം. കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടേ പോകാവൂ. അതിനി നിർബന്ധമാണ്. അടുത്ത ക്ലാസ്സിൽ മുതൽ എല്ലാ ക്ലാസ്സിലും ഞാൻ തുടക്കം തന്നെ അത് പറയാൻ പോവുകയാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഗെറ്റ് റെഡി ഫോർ ദ ഹാർഡ് വർക്ക്. തിങ്സ് ആർ ഗെറ്റിംഗ് ടഫ്, റൈറ്റ്? Things are getting tough in a way. When we get into more and more structures, different usages, different situations, things will get a bit tougher. But if you pay attention and if you work out regularly, you will find it easy. Okay, so thanks a lot for joining. It's me.